ആശാ ഭോസ്ലെ അന്തരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, മുംബൈയിലെ ബ്രീച്ച് ക്യാൻഡി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യ വിവരം, കൂടുതൽ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് കൊച്ചുമകൾ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അന്ത്യം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ഷീന, അല്പസമയം മുമ്പാണ് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് ഈ വേദന ഉണ്ടാക്കുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. ആശാ ഭോസ്ലെ, ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഗായകരിൽ ഒരാളായിരുന്നു ആശാ ഭോസ്ലെ. 92 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവർക്ക് ശ്വസന സംബന്ധിയായ ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ തുടക്കത്തിൽ വാർത്താ ഏജൻസികൾ അവർക്ക് ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ള തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പക്ഷെ പിന്നീട് ഇന്നലെ രാത്രിയോടെ കുടുംബം ഔദ്യോഗികമായി തന്നെ ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിലവർ പറഞ്ഞത് കടുത്ത ക്ഷീണവും ഒപ്പം തന്നെ നെഞ്ചിലെ അണുബാധയും തുടർന്നാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നതായിരുന്നു. ഏതായാലും ഇന്നലെ മുതൽ അവർ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു, ICUവിലായിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഒരല്പം ഗുരുതരമാണ് എന്ന് ഇന്നലെ ഡോക്ടർമാർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. പക്ഷേ എന്നാലും അവർ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് അവരുടെ ആരാധകരെ പോലെ, കുടുംബത്തെ പോലെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല എന്നതാണ് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവരുടെ സഹോദരി, ആശാ ഭോസ്ലെയുടെ സഹോദരി ലതാ മങ്കേഷ്കർ വിടവാങ്ങിയത്. ഇന്ത്യ കണ്ട മറ്റൊരു വിഖ്യാതയായ ഗായിക ഇതേ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ലതാ മങ്കേഷ്കർ അന്ത്യമുണ്ടായത്. ഇവരുടെ വസതിക്ക്, ആശാ ഭോസ്ലെയുടെ വസതിയിൽ നിന്നും ഏറെ അകലെയല്ല ഈ ആശുപത്രി ഉള്ളത്. അവിടെ ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ സംഗീത രംഗത്തെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗായകരിൽ ഒരാളായ ആശാ ഭോസ്ലെ ഏതാണ്ട് 8 പതിറ്റാണ്ട് കാലത്തോളം ഇന്ത്യൻ സിനിമയിൽ, ഇന്ത്യൻ സംഗീത മേഖലയിൽ നിറഞ്ഞു നിന്ന ഗായിക, ഒട്ടേറെ എണ്ണം പറഞ്ഞ ഗാനങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഗായിക. AR റഹ്മാനൊക്കെ ഒപ്പം 2000ത്തിന്റെ തുടക്കത്തിലൊക്കെ അവർ പാടിയ പാട്ടുകൾ അത് എന്നും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച, എന്നും ഏവരുടെയും പ്രിയ പാട്ടുകളായി ഉണ്ട്. മാത്രമല്ല 2000-ൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ചലച്ചിത്ര രംഗത്ത് നിന്ന് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി കിട്ടുന്നു. പിന്നാലെ പത്മവിഭൂഷൺ 2008-ൽ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. അങ്ങനെ സംഗീത രംഗത്ത് എത്തിപ്പിടിക്കാവുന്ന ഉയരങ്ങളുടെ ഏറ്റവും ഉന്നതിയിൽ നിന്നിട്ടുള്ള ഗായികയാണ് ആശാ ഭോസ്ലെ. മാത്രമല്ല നമുക്ക് ഫ്ലവേഴ്സ് കുടുംബവുമായുള്ള അവരുടെ ഒരു ബന്ധം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലവേഴ്സിന്റെ തുടക്കത്തിൽ ആശാ ഭോസ്ലെ ആയിരുന്നു അതിന് തുടക്കം കുറിച്ചത് എന്നതുകൂടി നമ്മൾ ഈ സമയം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, 24 കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് യഥാർത്ഥത്തിൽ ആശാ ഭോസ്ലെയിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിഖ്യാതയായ ഗായിക അവരുടെ 92-ാം വയസ്സിൽ അവർ ഇപ്പോൾ വിടവാകുന്നു. ഹൃദയാഘാതം എന്നതായിരുന്നില്ലേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അണുബാധയാണ്, നെഞ്ചിൽ ഉണ്ടായ അണുബാധയാണ് അവരുടെ ആരോഗ്യനില മോശമാക്കിയതെന്നും ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും കുടുംബം പറയുകയുണ്ടായി. ഏതായാലും ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ ICUവിൽ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിലും ICUവിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രി സംസാരിച്ചപ്പോഴും അവിടെയുള്ള ഡോക്ടർമാർ ഒരല്പം സ്ഥിതി ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മളൊക്കെ പ്രാർത്ഥനകളോടെ കാത്തിരുന്നു ആശാ ഭോസ്ലെ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇപ്പോൾ ആശാ ഭോസ്ലെയുടെ മരണം ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.